നേരെ ഒരു 9 മണി ആയിട്ടുള്ളൂ കേട്ടോ. അമ്മയും അച്ഛനും കൂടെ പാലയാട്ട് പോവുകയാണ്. ഇന്ന് അമ്മമ്മ മരിച്ച ദിവസമാണ്. അപ്പോൾ അമ്മ അനീഷേൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും അതിൽ കയറിപ്പോയി. ബസ്സു എന്തായാലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്ന് നിന്നതാണ്. അതുകൊണ്ട് ഒരു കറക്കമൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പോരാന്ന് പറഞ്ഞിട്ടാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ കുരങ്ങൻ്റെ സ്വഭാവം വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിഗ ട്യൂഷന് പോകാൻ നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ ടാറ്റ പറയാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അകത്ത് പോയിട്ട് ഞാനും പിള്ളേരും വേഗം ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ലാലോടിനുണ്ട്, പക്ഷേ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണം. പിന്നെ വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ട്. അതെവിടെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച്. നമുക്കിന്ന് പുട്ടും ചെറുപയറുമാണ് കേട്ടോ. ഈസി പണിയാണല്ലോ പുട്ടും ചെറുപയറും. അപ്പോൾ വേഗം പിള്ളേരെ ഇരുത്തി ഞാനും ചായ കുടിച്ച്. ബസ്സു പിന്നെ എത്ര കസേരയിട്ട് കൊടുത്താലും ഇതിൻ്റെ മേലെ കയറിയിരുന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. സേഫാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരുത്തിയത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ പണികൾ സടപടേന്ന് പറഞ്ഞ് തീർക്കട്ടെ എന്ന് വിചാരിച്ച്. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാരണം ആരും ഇല്ലല്ലോ. അതിനുശേഷം സാൻവിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് സാൻവിനെ മാറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ അവൾ വേഗം മാറ്റി കഴിഞ്ഞപ്പോൾ വസുവിനെ ഇന്ന് കൂട്ടണം. ഇപ്പം വീട്ടിലാരും ഇല്ലല്ലോ. അപ്പം വസുവും വേഗം സെറ്റാണ് കേട്ടോ. റെഡിയാവാനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം വേഗം മാറ്റുകയൊക്കെ ചെയ്ത് വസുവിന് പിന്നെ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം സോക്സ് ഇടണം. കാരണം വസു സെറ്റായിട്ട് എവിടെയെങ്കിലും പോവുള്ളൂ. സോക്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഷൂ ഇടണം. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് കാണണ്ടേ? അടുത്ത വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.